ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മുൻപ് തൊട്ടേ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. എന്നാലും ചില ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ സോഷ്യോളജി സ്റ്റുഡൻസും എടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് സബ്ജക്റ്റുകാരെ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പേപ്പറും കൂടെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് പഠിച്ചു തുടങ്ങിയ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മളിവിടെ ഡെമോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ BA ഹോണേഴ്സ് ചൂസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷനിൽ വരുന്ന ഒരു പേപ്പറും കൂടെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് തവണ പറയുന്നുണ്ട്, നിങ്ങളുടെ സബ്ജക്ട് കോഡ് കറക്റ്റ് ആണോ എന്ന് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് കൺഫേം ചെയ്യണം. ചിലപ്പോൾ മുകളിൽ BA BCom എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സെയിം തന്നെ അല്ലേ എന്ന് നിങ്ങൾ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് കൺഫേം ചെയ്യണം. അതിനുശേഷം നിങ്ങൾ മാക്സിമം മാർക്ക് 100 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്രെഡിറ്റ് 6 ക്രെഡിറ്റ് വരുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്. പിന്നെ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോൾ 3 മണിക്കൂറിന്റെ എക്സാം ആണ്. 100 മാർക്കിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വായിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അത് വിട്ടുപോകരുത്. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അത് എത്ര വേർഡ്സിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. അപ്പോൾ ഇതിലെ നോട്ടില് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അറ്റംപ്റ്റ് എനി 5 questions the following questions in above 400 words. അതായത് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അത് എത്ര വേർഡ്സിലാണ് പറഞ്ഞിരിക്കുന്നത്? 400 വേർഡ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ബൈ സെലക്ടഡ് അറ്റ്ലീസ്റ്റ് 2 questions ഫ്രം ഈച്ച് സെക്ഷൻ. അതായത് ഇതിൽ 2 സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത്. അതിൽ അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് മസ്റ്റാണ്. എന്നിട്ട് ടോട്ടലി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 5 questions ആണ്. ഓരോ ക്വസ്റ്റ്യൻസും 400 വേർഡ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത് നോട്ടിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോൾഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും അത് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ സെഷൻസ് ആണെന്ന് നോക്കാം. സെഷൻ 1 വന്നിരിക്കുന്നത് ഇവിടെ 20 മാർക്സിലാണ് ഓരോ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിലെല്ലാ സെഷനും അതായത് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. 20 മാർക്ക് എന്ന് പറയുമ്പോൾ 400 വേർഡ്സ് എന്ന് പറഞ്ഞാലും നിങ്ങളൊരു 5-6 ഷീറ്റ് എങ്കിലും നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതാൻ നോക്കണം. എന്നാൽ മാത്രമാണ് 20 മാർക്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ സെഷൻ എയിൽ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ സെഷൻ എയിൽ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. സെഷൻ ബിയിലും നേരത്തെ പറഞ്ഞ പോലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എല്ലാത്തിനും 20 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ നിന്ന് നിങ്ങൾ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ സെഷനിലും മസ്റ്റായിട്ടും 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. മൊത്തത്തിൽ 8 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിട്ട് കളയാം. 5 ക്വസ്റ്റ്യൻസ് എഴുതണം. അതിൽ ഓരോ സെഷനിലും മസ്റ്റായിട്ടും മിനിമം 2 അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ റൂൾസ് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം
ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. പിന്നെ ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് വാല്യുവേഷൻ്റെ സമയത്ത് ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ തെറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ് മാർക്കും പോകും. അപ്പോൾ സാധാ പോലെയല്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് 20 മാർക്കാണ്. അപ്പം അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ എല്ലാവരും എടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വായിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് സെയിം അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഓരോ ആൻസർ ഷീറ്റും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡീഷണൽ ഷീറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്നറിയാലോ. തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ തന്നെ കംപ്ലീറ്റ് ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഓൾമോസ്റ്റ് ഒരു 20-25 പേജുള്ള ബുക്ക്ലെറ്റ് ആണ് കിട്ടുക. അപ്പോൾ എല്ലാ ആൻസേഴ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എല്ലാ എക്സാമും എഴുതാൻ. എക്സാം എഴുതുമ്പോൾ ആൻസർ ഷീറ്റ് വളരെ നീറ്റായിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് മസ്റ്റായിട്ടും ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. കാരണം നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് എക്സാം ആണ്. ആരും ടെൻഷൻ അടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് എല്ലാതും. അപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ചുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.